നമസ്കാരം. സെലൻസ്കിയുമായി ഉടക്കിയ ട്രംപ് ഒടുവിൽ പ്രതികാര നടപടിയുമായി രംഗത്ത്. യുക്രൈനുള്ള എല്ലാ സാമ്പത്തിക ആയുധ സഹായങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ്. സെലൻസ്കിയുമായുള്ള ഉടക്കിന് പിന്നാലെയാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ സെലൻസ്കി തയ്യാറായാൽ മാത്രമേ ഇനി സഹായവും സഹകരണവും ഉള്ളൂവെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് നാറ്റോ സഖ്യത്തിനും യുക്രൈന് പിന്തുണയുമായി എത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾക്കും തിരിച്ചടിയാണ് നൽകുക. എന്നാൽ അമേരിക്ക യുക്രൈന് സഹായം നിർത്തുന്നത് ഗുണകരമാകുക റഷ്യയ്ക്കായിരിക്കും. നേരത്തെ സെലൻസ്കിയെ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിലും ട്രംപ് പോസ്റ്റ് ഇട്ടിരുന്നു. ഡൊണാൾഡ് ട്രംപിനെ വില കുറച്ച് കാണരുത്, ഈ കളിയിൽ അദ്ദേഹം എല്ലാവരേക്കാളും 10 ചുവടുകൾ മുന്നിലാണെന്നായിരുന്നു പോസ്റ്റ്. ഫേസ്ബുക്കിൽ കണ്ട പോസ്റ്റ് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്തിൽ ട്രംപ് പങ്കുവയ്ക്കുകയായിരുന്നു. എന്തായാലും സഹായം ലഭിക്കാതാകുന്ന സാഹചര്യത്തിൽ റഷ്യയുമായി സമാധാന ചർച്ചകൾ നടത്താൻ കീവിന് മേൽ സമ്മർദ്ദമേറുമെന്ന് ഉറപ്പാണ്. സഹായം പരിപൂർണമായി നിർത്തുകയല്ല, മറിച്ച് സഹായ കൈമാറ്റത്തിന് അർദ്ധവിരാമമാണ് നൽകുന്നതെന്നും ഇത് താൽക്കാലികമാണെന്നും അമേരിക്ക പറയുന്നു. യുക്രൈന് വേണ്ടി കൈമാറുകയും എന്നാൽ യുക്രൈൻ അതിർത്തി കടക്കാത്തതുമായ എല്ലാ US സൈനിക ഉപകരണങ്ങളുടെയും നീക്കം താൽക്കാലികമായി നിർത്താനാണ് അമേരിക്കയുടെ തീരുമാനമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. അതായത് നിലവിൽ പോളണ്ടിലെ ട്രാൻസിറ്റുകളിൽ വച്ചിരിക്കുന്ന ആയുധങ്ങളിലും വിമാനങ്ങളിലും കപ്പലുകളിലും കയറ്റുമതി ചെയ്ത സൈനിക ഉപകരണങ്ങൾ യുക്രൈനിലേക്ക് എത്തുകയില്ലെന്ന് ചുരുക്കം. അതേസമയം സെലൻസ്കിയുടെ ധിക്കാരപരമായ നിലപാടിനെ സഹിച്ചു നിൽക്കില്ലെന്ന് ഇന്നലെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. US നൽകിയ പിന്തുണയ്ക്ക് യുക്രൈൻ പ്രസിഡന്റ് കൃതജ്ഞത കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മോസ്കോയുമായി വെടിനിർത്തൽ കരാർ ഒപ്പുവയ്ക്കുന്നതിൽ യുക്രൈൻ പ്രസിഡന്റ് വിമുഖത കാണിച്ച പശ്ചാത്തലത്തിലായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ച് 3 വർഷമാകുന്നതിനിടെ ബില്യൺ കണക്കിന് ഡോളറിന്റെ സഹായമാണ് യുക്രൈന് വേണ്ടി അമേരിക്ക ഇതുവരെ നൽകിയിട്ടുള്ളത്. അതേസമയം ട്രംപും സെലൻസ്കിയും തമ്മിൽ ഓവൽ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ച തർക്കത്തിലായിരുന്നു അവസാനിച്ചത്. സെലൻസ്കിയും ട്രംപും സുഗമമായി ചർച്ച നടത്തുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്തെത്തിയതോടെയാണ് ചർച്ച വഴിമാറിയത്. യുക്രൈൻ USനോടും ട്രംപിനോടും നന്ദി പറയുന്നില്ലെന്നും റഷ്യ യുക്രൈൻ യുദ്ധത്തിന് നയതന്ത്ര പരിഹാരം വാഗ്ദാനം ചെയ്യുകയും ചെയ്തതോടെ കരാർ ഒപ്പിടാതെ സെലൻസ്കി ഓവൽ ഓഫീസ് വിടുകയായിരുന്നു. ഇതിനിടെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ 1 മാസത്തെ ഭാഗിക സമാധാന ഉടമ്പടി നിർദ്ദേശവുമായി ഫ്രാൻസും രംഗത്ത് വന്നിട്ടുണ്ട്. 2022 തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഈ 1 മാസം കൊണ്ട് വ്യക്തമാകുമെന്നും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഴാൻ നോയൽ ബാരറ്റ് പറയുന്നു. വായു, കടൽ, നിർണായക അടിസ്ഥാന ഊർജ്ജ സൗകര്യങ്ങൾ എന്നിവയിലുള്ള വെടിനിർത്തലാണ് ഫ്രാൻസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ കരയുദ്ധം നിലവിൽ ഇതിൽ ഉൾപ്പെടുന്നില്ല. ഫ്രാൻസും UK-യും ഇടക്കാല വെടിനിർത്തലിനായി ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അറിയിച്ചു. അടുത്ത ആഴ്ചകളിലൊന്നും യുക്രൈൻ മണ്ണിൽ യൂറോപ്യൻ സൈന്യം വരാൻ പോകുന്നില്ല. നിരവധി ആഴ്ചകൾ നീണ്ടു നിൽക്കാവുന്ന വെടിനിർത്തൽ ചർച്ചകളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താമെന്നതാണ് ചോദ്യമെന്നും മാക്രോൺ പറയുന്നു. എന്നാൽ വെടിനിർത്തൽ എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് ചിന്തിച്ചിട്ടില്ലെന്നാണ് UK സായുധ സേനാ മന്ത്രി ലൂക്ക് പൊള്ളാർഡ് പറഞ്ഞത്. വെടിനിർത്തൽ എങ്ങനെ വേണമെന്നത് സംബന്ധിച്ച് ഫ്രാൻസുമായും യൂറോപ്യൻ സഖ്യങ്ങളുമായി ചേർന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. യുക്രൈനിൽ ദീർഘകാലം നിൽക്കുന്ന സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും തമ്മിൽ വൈറ്റ് ഹൌസിൽ വച്ചുണ്ടായ ചർച്ചകൾക്ക് പിന്നാലെ യൂറോപ്യൻ നേതാക്കൾ സെലൻസ്കിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക്, ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയ നേതാക്കളാണ് സെലൻസ്കിയെയും യുക്രൈനെയും പിന്തുണച്ചെത്തിയത്. തുടക്കം മുതൽ പോരാടുന്നവർക്ക് ബഹുമാനമാണെന്നും കാരണം അവർ തങ്ങളുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും കുട്ടികൾക്കും യൂറോപ്പിന്റെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് പോരാടുന്നതെന്നാണ് മാക്രോൺ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് സമാധാന ചർച്ചകളുമായി ഫ്രാൻസ് തന്നെ രംഗത്തെത്തിയത്. ഇതിനിടെ യുക്രൈനിലെ ധാതു വിഭവങ്ങൾ സംബന്ധിച്ച് അമേരിക്കയുമായി കരാറിൽ ഒപ്പിടാൻ താൻ ഇപ്പോഴും തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പിന്നീട് അറിയിച്ചിരുന്നു. വാഷിംഗ്ടണിൽ നിന്ന് മടങ്ങിയത് ഒരു കരാറുമില്ലാതെയാണ്. US-മായി ക്രിയാത്മകമായ സംഭാഷണത്തിന് ഇപ്പോഴും തയ്യാറാണ്. പക്ഷേ യുക്രൈന്റെ നിലപാട് കേൾക്കണമെന്നത് മാത്രമാണ് ആഗ്രഹമെന്നും സെലൻസ്കി പറയുന്നു. അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ച കടുപ്പമേറിയതായിരുന്നുവെന്നും ഈ യുദ്ധത്തിലെ അക്രമി ആരാണെന്ന് സഖ്യകക്ഷികൾ ഓർക്കണമെന്നും സെലൻസ്കി പറയുന്നു. യുക്രൈനും US-ഉം തമ്മിലുള്ള സുരക്ഷാ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് ധാതു ഇടപാടിനെ ആദ്യം കണ്ടത്.
പക്ഷേ US-ഉം യുക്രൈനും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിച്ചുവെന്നും വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ക്ഷണിച്ചാൽ താൻ വീണ്ടും വൈറ്റ് ഹൗസിൽ എത്തുമെന്നും സെലൻസ്കി പറയുന്നു. പക്ഷേ യുക്രൈന്റെ ഭൂമി റഷ്യയ്ക്ക് വിട്ടു നൽകില്ലെന്നും സെലൻസ്കി തന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്.